ഹായ്, സുഖല്ലേ? അപ്പൊ ഞാനിന്ന് നിൽക്കുന്നത് നിലമ്പൂരാണ്. നിലമ്പൂര് നമ്മളിങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ റൂമുകളിലൊക്കെ എടുക്കാറുണ്ടെങ്കിലും ഇന്നത്തെ റൂമിന് ഒരു ചെറിയ പ്രത്യേകത തോന്നിയപ്പോൾ വീഡിയോ ചെയ്തിട്ടാന്ന് തോന്നി. ഓക്കെ, എൻ്റെ പുറകിൽ മനോഹരമായ നദി ഒഴുകി കല്ലും ചെടികളൊക്കെ തഴുകി തലോടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് കാതോർത്താൽ കേൾക്കാൻ പറ്റും. ആ മനോഹരമായ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിരാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നദി അടി കൂടെ പോണാറുണ്ട്. ഇവിടെ ഒരു കുളിര് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് എനിക്ക് മാത്രമുള്ള തോന്നലാണോ മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തന്നെ സൂപ്പറായിട്ട് ഇങ്ങനെ ഒരു നദി ഇങ്ങനെ നമ്മൾ അടി കൂടെ പോകുമ്പോൾ എന്താ പറയുക, നല്ലൊരു പ്രത്യേക അനുഭൂതി. ഇവിടെ ഒരു ബാൽക്കണിയിൽ ചെയറും കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ രാത്രി നിന്നപ്പോഴല്ല സത്യം പറഞ്ഞാൽ ഉറക്കം തന്നെ വന്നില്ല. നദിയുടെ ഇങ്ങനെ ശബ്ദം കേട്ട് ഇങ്ങനെ മയങ്ങിപ്പോകും. വീണ്ടും നദിയുടെ ഓളം കൂടും. അതിമനോഹരമായ ഒരു സ്ഥലം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ശരി ഒരു വീഡിയോ എടുത്തിടാം. ഇതിപ്പോൾ നിലമ്പൂര് വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കുറേ റൂമുകളുണ്ട് കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെ ബാൽക്കണി ഉള്ളതാണ്. പുഴയുടെ അടുത്ത് തന്നെ ഈ പുഴയിൽ കുളിക്കാനും അലക്കാനൊക്കെ നല്ല കണ്ണീര് പോലത്തെ ജലം കേട്ടോ. അതൊക്കെ അതിമനോഹരമായ കണ്ണീര് പോലത്തെ അല്ല. അതായത് നമ്മളവിടുത്തെ ഒരുപാട് കച്ചറൊന്നുമില്ല ഉള്ളത് പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ല. വേസ്റ്റ് പ്ലാസ്റ്റിക് കുപ്പി സാധനങ്ങളൊക്കെ ഇട്ട് വേസ്റ്റ് ജലമൊന്നുമല്ല, നല്ല കണ്ണീര് പോലത്തെ ഉള്ള പോണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇറങ്ങി കുളിക്കാം. പ്രത്യേകിച്ച് കുളിക്കും ഞാൻ, വേറെ വിഷയം. ഇപ്പോൾ ഇതേ ഇപ്പോൾ അപ്പുറത്ത് കുറേ പേര് വന്ന് അലക്കി കുളിച്ചൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പം എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലമാണ്. അതായത് നല്ല കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു അരുവി കണ്ടു എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ അത് ഇവിടെ ഉള്ളവർക്ക് പിക്സലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്ര നല്ലൊരു അരുവിയിലേക്ക് വേസ്റ്റ് കൊണ്ടുവന്നിട്ടില്ല. നമ്മളവിടെ നിങ്ങൾ ഉള്ള കാര്യം പറയാല, കോഴി വേസ്റ്റ് ആയാലും കുപ്പയായാലും പേടായാലും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആ നദിയെ തന്നെ മാലിന്യമാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നും കാണുന്നില്ല. അത് കാണാമെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കാമെന്ന്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ പലരും വന്ന് ഇറങ്ങിയെന്ന് പല്ലേച്ച് കുളിച്ചൊക്കെ പോകുന്ന അലക്കൊക്കെ പോകുന്ന അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പഴയ നമ്മളുടെ നാടൻ എന്താ പറയുക ഗ്രാമീണ എനിക്ക് ഒരു നിമിഷം അങ്ങോട്ട് പോയ പോലെ ഒരു ചിന്ത. അപ്പം എല്ലാവരും ഇതുപോലുള്ള അരുവികളെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രകൃതി സ്നേഹം കാണിക്കുന്നതോടൊപ്പം നമ്മളുടെ പ്രകൃതിയിലെ നദികളെയും വീണ്ടും മൊത്തം ഒരു തൈ നട്ട് ഫോട്ടോ ഇടുന്നതോടൊപ്പം ഇതുപോലെയുള്ള നദികളിലെ കച്ചറ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മളെ കൊണ്ട് പറ്റണേ മാറ്റിയിട്ട്